ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ നാറ്റ്പാക് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പായില്ല. 2019 നാറ്റ്പാക് സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് അവഗണിക്കപ്പെട്ടത്. എപ്പോൾ വേണമെങ്കിലും അപകടം നടക്കാവുന്ന സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം എതിർദിശയിലെത്തിയ സ്വകാര്യ ബസ്സിടിച്ച് യാത്രക്കാരൻ മരിച്ചിരുന്നു. യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ 2 തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നായിരുന്നു നിർദ്ദേശം. നിലവിൽ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്തുകൂടി ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങണമെന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് കയറണമെന്നുമായിരുന്നു പ്രധാന നിർദ്ദേശം. അകത്ത് കയറുന്ന ബസ്സുകളുടെ വേഗം കുറയ്ക്കാമെന്നായിരുന്നു നാറ്റ്പാക്കിന്റെ നിഗമനം. സ്റ്റാൻഡിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ബസ്സുകൾ ഈ ഐലൻഡ് ചുറ്റി ട്രാക്കിലേക്ക് പോകണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. അന്ന് നിസ്സാര കാരണങ്ങൾ നിരത്തി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നഗരസഭ തള്ളി. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സ്റ്റാൻഡിനുള്ളിൽ എതിർദിശയിൽ മത്സരിച്ചോടിയ ബസ്സിടിച്ച് കൊൽക്കത്ത സ്വദേശി മരിച്ചത്. ബസ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല.